തിയറം 13 ക്യാൻഡേഴ്സ് തിയറം. ക്യാൻഡേഴ്സ് തിയറം സെറ്റിൻ്റെ ക്യാൻഡേഴ്സ് തിയറമാണിത്. പിന്നെ നമ്മൾ റിയൽ നമ്പർ അൺകൗണ്ടബിൾ ആണ്, റിയൽ നമ്പർ സിസ്റ്റം അൺകൗണ്ടബിൾ ആണ് എന്നുള്ളൊരു ക്യാൻഡേഴ്സ് തിയറം ഉണ്ട്. അപ്പോൾ അത് മാറിപ്പോകരുത്, എല്ലാം നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ പഠിക്കാനുള്ളതാണ്. അപ്പം ക്യാൻഡേഴ്സ് തിയറം ഫോർ സെറ്റാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പം എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തൊട്ട് പഠിക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. കാര്യം ചെറിയ തിയറമാണെങ്കിൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഒരു ഇച്ചിരി സമയം നമ്മളൊന്ന് ചിന്തിക്കേണ്ടി വരും. ക്യാൻഡേഴ്സ് തിയറം പറയുന്നത് എ ഒരു എനി സെറ്റ് എ ബി എനി സെറ്റ് then there exists no surjection from A to P of A. എയിൽ നിന്ന് P of Aയിലോട്ട് ഒരു ഓൺ ടു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. there exists no, എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്താലും എയിൽ നിന്ന് P of A എന്ന് പറയുന്നത് എന്താ, പവർ സെറ്റ് ഓഫ് എ. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറിയൊരു സെറ്റ് എടുക്കാം, ഡിഫൈൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ സെറ്റ് 1 2 3 കൺസിഡർ ചെയ്യാം. സെറ്റ് 1 2 3 ആണെങ്കിൽ അതിൻ്റെ പവർ സെറ്റ് എന്താ വരുന്നത്, പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് നൾ സെറ്റ് വരും, സിംഗിൾട്ടൺ 1 വരും, സിംഗിൾട്ടൺ 2 വരും, സിംഗിൾട്ടൺ 3 വരും, പിന്നെ 1 2 1 3 2 3 പിന്നെ 1 2 3. ഇതല്ലേ പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. അതായത് എയ്ക്കകത്ത് 3 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പവർ സെറ്റിൻ്റെ അകത്ത് 2⁻³ എലമെൻറ്റ്സ്, എയ്ക്കകത്ത് m എലമെൻറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ ആ സെറ്റിൻ്റെ പവർ സെറ്റിൻ്റെ അകത്ത് 2⁻m എലമെൻറ്റ്സ് ആണ് വരുന്നത്. ഇപ്പോൾ നോക്കിയാൽ 1 2 3 4 5 6 7 8 എലമെൻറ്റ്സ് വന്നു. 3 എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റിൻ്റെ പവർ സെറ്റിൻ്റെ അകത്ത് 8 എലമെൻറ്റ്സ് വരും. അപ്പം ഇൻഫിനിറ്റ് സെറ്റ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എണ്ണം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് m എലമെൻറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ പവർ സെറ്റിൻ്റെ അകത്ത് 2⁻m എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ നമുക്ക് കാണിക്കേണ്ടത് എന്താ, എയിൽ നിന്ന് അതിൻ്റെ പവർ സെറ്റിലോട്ട്, അപ്പോൾ സെറ്റ് 1 2 3യിൽ നിന്ന് സെറ്റ് 5 സെറ്റ് 1 സെറ്റ് 2 ഈ ഒരു സെറ്റിലോട്ട് ഈ സെറ്റിൻ്റെ എലമെൻറ്റുകൾ എന്ന് പറയുന്നത് 5 1 2 3 ഇതാണ് ഈ പി ഓഫ് എയുടെ എലമെൻറ്റുകളായിട്ട് വരും. നമുക്കിനി കാണിക്കേണ്ടത് എന്താണ്, എയിൽ നിന്ന് പി ഓഫ് എയിലോട്ട് നമുക്കൊരു സർജഷൻ അല്ലെങ്കിൽ ഒരു ഓൺ ടു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് കാണിക്കേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ പ്രൂഫുകളിലൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കേണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്യും. അതായത് നമുക്ക് എയിൽ നിന്ന് പി ഓഫ് എ അതിൻ്റെ പവർ സെറ്റിലോട്ട് ഒരു ഓൺ ടു ഫംഗ്ഷൻ ഇല്ല എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈഫ് പോസിബിൾ ഒരെണ്ണം ഉണ്ട് എന്ന് അസ്യൂം ചെയ്യും. അസ്യൂം ദാറ്റ് there exists a surjection 5 from A to P of A. ഇങ്ങനെ ഒരു സർജഷൻ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അസ്യൂം ദാറ്റ് there exists a surjection 5 from A to P of A. അപ്പം എയിൽ നിന്ന് പി ഓഫ് എയിലോട്ട് ഒരു സർജഷൻ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് ലെറ്റ് സ്മോൾ എ ബി എനി എലമെൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഈ നമ്മുടെ സെറ്റ് എയിലെ ഏതെങ്കിലും ഒരു ആർബിട്രറി എലമെൻറ്റ് എടുക്കുക. ഇപ്പം നമ്മൾ ഇവിടുത്തെ ഓരോ എലമെൻറ്റും എങ്ങോട്ടാണ് മാപ്പ് ചെയ്യപ്പെടുന്നത്, ഇതിൻ്റെ പവർ സെറ്റിലോട്ടാണ് മാപ്പ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ 5 ഓഫ് എ എന്ന് പറയുന്നത് ഈ പവർ സെറ്റിലെ ഒരു എലമെൻ്റ് ആയിരിക്കില്ലേ 5 ഓഫ് എ. ഇവിടുത്തെ ഒരു എലമെൻറ്റിനെ നമ്മൾ എടുത്താൽ അത് മാപ്പ് ചെയ്യപ്പെടുന്നത് പി ഓഫ് എയിലെ ഒരു എലമെൻറ്റിലോട്ടാണ്. അപ്പം പി ഓഫ് എ എന്ന് പറയുന്നത് ഇതിൻ്റെ സബ്സെറ്റുകളായതുകൊണ്ട് 5 ഓഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് നമുക്ക് പറയാൻ പറ്റിയല്ലേ. ആ ഒരു ഐഡിയ ആണ് ആദ്യം വേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത് എയ്ക്കകത്ത് ആകെ 3 എലമെൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ 5 ഓഫ് 1 5 ഓഫ് 2 5 ഓഫ് 3 ഇതാണ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് അല്ലേ. 5 എന്ന് പറയുന്ന ഒരു ഓൺ ടു ഫംഗ്ഷനാണ് നമ്മൾ അസ്യൂം ചെയ്തു, അതവിടെ നിൽക്കട്ടെ. അപ്പം നമുക്ക് 5യുടെ ഡെഫിനേഷൻ നമുക്കൊന്ന് പറയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ 5 ഓഫ് 1നെ നമുക്ക് 1 2ലോട്ടും 5 ഓഫ് 2നെ നമുക്ക് സെറ്റ് 3ലോട്ടും 5 ഓഫ് 3 എന്ന് പറയുന്നത് നമുക്ക് സെറ്റ് 2ലോട്ടുമാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത് വിചാരിച്ചത്. നമുക്ക് 5 ഓഫ് 1നെ ഈ 8 എലമെൻറ്റുകളിൽ ഏത് വേണേലും എടുക്കാം. 5 ഓഫ് എ എന്ന് പറയുന്നത്, അപ്പോൾ 5 ഓഫ് 1 എന്ന് പറയുമ്പം ക്യാപിറ്റൽ എയിലെ ഒരു എലമെൻറ്റാണ്. അപ്പോൾ ആ 5 ഓഫ് 1ന് എങ്ങോട്ടും ഈ പി ഓഫ് എയിലെ ഏത് എലമെൻറ്റിലോട്ട് വേണേലും മാപ്പ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് 5 ഓഫ് 1 ഈക്വൽ ടു 5 എന്ന് പറയാം. 5 ഓഫ്
1 ഈക്വൽ ടു സിംഗിൾട്ടൺ 1 എന്ന് വേണേൽ എടുക്കാം, ഫൈ ഓഫ് 1 ഈക്വൽ ടു സിംഗിൾട്ടൺ 2 എന്ന് എടുക്കാം, ഏത് വേണേലും എടുക്കാം. നമ്മളിപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് അങ്ങ് ഡിഫൈൻ ചെയ്തതാണ്. ഫൈ ഓഫ് 1 1 2 എന്ന് എടുത്തു, ഫൈ ഓഫ് 2 3 എന്ന് എടുത്തു, ഫൈ ഓഫ് 3 3 എന്ന് എടുത്തു. അപ്പോൾ നോക്കിയേ, എങ്ങനെ നോക്കിയാലും ഇതെല്ലാം ഒരു സബ്സെറ്റ് അല്ലേ. സെറ്റ് 1 2 അത് എയുടെ ഒരു സബ്സെറ്റാണ്, സെറ്റ് 3 അത് എയുടെ ഒരു സബ്സെറ്റാണ്, സെറ്റ് 2 അതും എയുടെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയിലെ ഒരു എലമെൻ്റ് ആണെങ്കിൽ അത് മാപ്പ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ സബ്സെറ്റുകളിലോട്ടായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഫൈ ഓഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഫോർ ഓൾ എ എലമെൻറ്റ് ഓഫ് എ എന്ന് പറയാലോ. എല്ലാ എയിലെ ഏത് എലമെൻറ്റിനും ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. കാരണം എന്താ, എയിലെ എലമെൻറ്റുകളെ നമ്മൾ അതിൻ്റെ സബ്സെറ്റുകളിലോട്ടാണ് മാപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഫൈ ഓഫ് എ എന്ന് പറയുന്നത് പി ഓഫ് എയുടെ എലമെൻറ്റാണ്. ഫൈ ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ ഫൈ ഓഫ് എ ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞാൽ ഇതിലെ ഒരു എലമെൻറ്റിനോടല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഡിഫൈൻ ചെയ്തത്. നമ്മൾ ഈ 3 എലമെൻറ്റ്സ് ഉള്ളത്, ആ 3 എലമെൻറ്റിനെ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് നോക്കിയേ, ഇതൊരു സബ്സെറ്റ് ഓഫ് എ, ഇതൊരു സബ്സെറ്റ് ഓഫ് എ, ഇതൊരു സബ്സെറ്റ് ഓഫ് എ. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്താലും ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ഓഫ് എ ആയിരിക്കും. അപ്പം നമുക്ക് 2 ഓപ്ഷൻസ് ആവുള്ള. ഫൈ ഓഫ് എ എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റ് ആണ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഐദർ എ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ ഓർ എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ എന്ന് പറയാമല്ലോ. 2 ഓപ്ഷനല്ലേ ഉള്ളത്. എയുടെ ഇമേജാണ് ഫൈ ഓഫ് എ, എയുടെ ഇമേജാണ് ഫൈ ഓഫ് എ. ഫൈ ഓഫ് എ എന്ന് പറയുന്നത് പി ഓഫ് എയിലെ എലമെൻ്റ് ആയതുകൊണ്ട് അത് സബ്സെറ്റ് ഓഫ് എ ആണ് നമ്മൾ പറഞ്ഞു. അപ്പം എയും ഫൈ ഓഫ് എയും കൂടെ നമ്മൾ നോക്കുമ്പം ഒന്നെങ്കിൽ എ ഫൈ ഓഫ് എക്കകത്ത് വരാം, അല്ലെങ്കിൽ എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ എന്ന് വരാം. അപ്പം നോക്കിയേ, ഇപ്പം നമ്മൾ ഫൈ ഓഫ് 1 എടുത്തു. അപ്പോൾ 1 എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് 1 അല്ലേ. നമ്മളിപ്പോൾ എടുത്ത എക്സാമ്പിൾ അനുസരിച്ചാണെങ്കിൽ 1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് 1. 1 ഫൈ ഓഫ് 1ലെ എലമെൻ്റാണ്. 2 എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് 2 എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഫൈ ഓഫ് 2 ഇവിടെ എന്താ, ഫൈ ഓഫ് 2 3, അപ്പം 2 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് 2. ഇനി 3 എടുത്താലോ, 3 എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് 3 എന്ന് പറയാൻ പറ്റുമോ? ഫൈ ഓഫ് 3 എന്ന് പറയുന്നത് 2 3 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് 3. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാനൊരു എക്സാമ്പിൾ എടുത്തത്. നമ്മൾ ജനറലി പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ആ സെറ്റിൻ്റെ പവർ സെറ്റിനെയാണ് നമ്മൾ പി ഓഫ് എ എന്ന് വിളിച്ചേക്കുന്നത്. അപ്പോൾ എയിൽ നിന്ന് അതിൻ്റെ പവർ സെറ്റിലോട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏത് എലമെൻ്റ് എടുത്താലും, ക്യാപിറ്റൽ എയിലെ ഏത് എലമെൻറ്റ് നമ്മൾ എടുത്താലും അതിൻ്റെ ഇമേജ് എന്ന് പറയുന്ന ആ പവർ സെറ്റിലെ ഒരു എലമെൻ്റാണ് വരുന്നത്. അപ്പോൾ ഫൈ ഓഫ് എകളെല്ലാം എന്തായിരിക്കും, ക്യാപിറ്റൽ എയുടെ സബ്സെറ്റ്. കാരണം പവർ സെറ്റിലെ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എയുടെ സബ്സെറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫൈ ഓഫ് എ സബ്സെറ്റ് ഓഫ് എ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയേണ്ടത് എന്താണ്, പിന്നെ ഉള്ളത് 2 ഓപ്ഷൻസ് ആണ്. അപ്പം ഫൈ ഓഫ് എ ക്യാപിറ്റൽ എയുടെ സബ്സെറ്റ് ആകുമ്പം ഈ സ്മോൾ എ എന്ന് പറയുന്ന ക്യാപിറ്റൽ എയിലെ ഒരു എലമെൻറ്റാണ്. അപ്പോൾ ഒന്നെങ്കിൽ അത് ഫൈ ഓഫ് എക്കകത്ത് വരാം, അല്ലെങ്കിൽ അത് ഫൈ ഓഫ് എക്കകത്ത് വരത്തില്ല. അതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ എക്സാമ്പിൾ എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ നോക്കിയേ, ഫൈ ഓഫ് 1ൻ്റെ അകത്ത് 1 ഉണ്ട്, ഫൈ ഓഫ് 2ൻ്റെ അകത്ത് 2 ഇല്ല, ഫൈ ഓഫ് 3ക്കകത്ത് 3 ഇല്ല. അപ്പം നമുക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ 1ൻ്റെ കേസിലാണെങ്കിൽ 1 എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് 1 ആണ്, പക്ഷേ 2ൻ്റെ കേസ് 2 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് 2 ആണ്. അപ്പം ഇനി എക്സാമ്പിളിൻ്റെ ആവശ്യമില്ല, ഞാൻ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ എക്സാമ്പിൾ എഴുതിയത്. അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫൈ ഓഫ് എ സബ്സെറ്റ് ഓഫ് എ എന്നുള്ള കൺസെപ്റ്റും പിന്നെ ഫൈ ഓഫ് എയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്നെങ്കിൽ എ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ ഓർ എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മളൊരു സെറ്റ് ഡി ഡിഫൈൻ ചെയ്യാം. D be the set such that set of all a element of A such that A not an element of phi of A. D be a subset of A. A ഒരു സബ്സെറ്റ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. D be a subset of A such that സ്മോൾ എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് ഫൈ ഓഫ് 1 എന്ന് പറയുന്നത് സെറ്റ് 1 2 ആയിരുന്നു. ഫൈ ഓഫ് 2 നമ്മൾ 3 എന്ന് എടുത്തതെന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ ഓർക്കുന്നില്ല. ഫൈ ഓഫ് 3 നമ്മൾ 2 എന്നും എടുത്തെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഡിക്കകത്ത് ഇതിൻ്റെ അകത്ത് ഏതൊക്കെ വരും? നമ്മുടെ സെറ്റ് 1 2 3 ആണ് സെറ്റ് എ. ഡി എന്ന് പറയുന്ന സെറ്റ് എയുടെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ എ ഡിക്കകത്ത് വരാനുള്ള കണ്ടീഷൻ എന്താണ്? എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ ആയിരിക്കും. നമ്മൾ മുമ്പ് എടുത്ത എക്സാമ്പിളിൻ്റെ അകത്ത് 2 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് 2 നോക്കിയേ,
ടു നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് 5/3 5/3 ആയതുകൊണ്ട് 2 അതിൻ്റെ അകത്തില്ല. ഇനി 5/3 എടുത്ത് അത് 3 ഇല്ല. അപ്പോൾ 2ഉം 3ഉം ഇതിൻ്റെ അകത്ത് വരും. 1 വരുമോ? 1 വരത്തില്ല. കാരണം എന്താ? 5/1 അകത്ത് 1 ഉണ്ട്. അപ്പം എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് 5 ആണെങ്കിൽ 5 എ ഇല്ലെങ്കിൽ മാത്രമേ അത് സെറ്റ് ഡിക്കകത്ത് വരത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ഡിയുടെ ഡെഫിനിഷൻ മനസ്സിലായോ? അത് എക്സാമ്പിൾ വെച്ച് പറയുവാണെങ്കിൽ കുറച്ചും കൂടെ മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മൾ ഡി ഡിഫൈൻ ചെയ്യുന്നത് ക്യാപിറ്റൽ എയുടെ ഒരു സബ്സെറ്റായിട്ടാണ്. അപ്പം ക്യാപിറ്റൽ എയുടെ ഒരു സബ്സെറ്റായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എ എന്ന് പറയുന്ന എലമെൻറ്റ് ഡിക്കകത്ത് വരണമെന്നുണ്ടെങ്കിൽ എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് 5 ആയിരിക്കണം. ഇപ്പം നമ്മുടെ കേസിലാണെങ്കിൽ 5/1 അകത്ത് 1 ഉണ്ട്. അപ്പോൾ 1 എന്തായാലും ഈ സെറ്റ് വരത്തില്ല. 5/2 അകത്ത് 2 ഇല്ല, അതുകൊണ്ട് 2 ഈ സെറ്റ് വരും. 5/3 അകത്ത് 3 ഇല്ല, അതുകൊണ്ട് 3 ഈ സെറ്റ് വരും. അപ്പം നമുക്ക് നമ്മളെടുത്ത എക്സാമ്പിൾ അനുസരിച്ച് ഡി എന്ന് പറയുന്നത് സെറ്റ് 2, 3. അപ്പം സെറ്റ് ഡിയുടെ ഡെഫിനേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഡി നമ്മൾ എടുക്കുന്നത് ക്യാപിറ്റൽ എയുടെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് 5 വരുന്ന എകളാണ്. 5 എ ഇല്ലെങ്കിൽ നമ്മൾ എ ക്യാപിറ്റൽ ഡിക്കകത്ത് എടുക്കും. ഇനി ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്നുള്ളത് ക്ലിയർ അല്ലേ? ഇപ്പോൾ ഡി ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? സെറ്റ് 2, 3. നമ്മളെടുത്ത ഡെഫിനേഷൻ അനുസരിച്ച് സെറ്റ് 2, 3. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തപ്പം ഡി എന്ന് പറയുന്നത് സെറ്റ് 2, 3 ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അത് സബ്സെറ്റ് ഓഫ് എ ആണ്. അപ്പം ഡി എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഡി ഈസ് ഈക്വൽ ടു 5/A0 ഫോർ സം A0 എലമെൻറ്റ് ഓഫ് എ എന്ന് പറയാൻ മേലെ. കാരണം നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അനുസരിച്ച് 5 എന്ന് പറയുന്നത് എയിൽ നിന്ന് P(a)ലോട്ടുള്ള ഒരു സർജക്ഷനാണ്, ഓൺ ടു ഫംഗ്ഷനാണ്. അപ്പം ഇവിടെ നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് ഇപ്പം ഞാൻ പറയുവാണ് P(a) എന്ന് പറയുന്നത് നമ്മുടെ ഈ സെറ്റാണ്. ഈ സെറ്റിലെ ഏത് എലമെൻറ്റിനും, ഇപ്പോൾ ഈ സെറ്റിലെ ഏത് എലമെൻറ്റിനും സർജക്ഷൻ ആണ് എങ്കിൽ അവിടെ പ്രീ ഇമേജ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളെടുത്ത എക്സാമ്പിൾ ഡി എന്ന് പറയുന്നത് 2, 3 ആണ്. ഡി എന്ന് പറയുന്നത് 2, 3 എന്നുള്ള സെറ്റാണ്. അപ്പോൾ ആ 2, 3 എന്നുള്ള സെറ്റ് ഈ P(a)യിലെ ഒരു എലമെൻ്റ് അല്ലേ? P(a)യിലെ ഇത് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നതനുസരിച്ച് ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആയതുകൊണ്ട് 2, 3ലോട്ട് മാപ്പ് ചെയ്യപ്പെട്ട ഒരു എലമെൻറ്റ് ഇവിടെ എക്കകത്ത് കാണും. അപ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആ ഒരു എലമെൻറ്റിനെയാണ് നമ്മൾ A0 എന്ന് വിളിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് സർജക്ഷൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് സർജക്ഷൻ അങ്ങനെ ഒന്നും പോസിബിൾ അല്ല. അപ്പം നമ്മൾ പറയുവാണ് ഡി എന്ന് പറയുന്ന സെറ്റ് എയുടെ ഒരു സബ്സെറ്റാണ്. അത് ക്ലിയർ അല്ലേ? കാരണം എയിലെ എലമെൻറ്റുകൾ മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. എയിലെ എലമെൻറ്റുകൾ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ മാത്രമേ, ക്യാപിറ്റൽ എയിലെ എലമെൻറ്റുകൾ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ, അതായത് പർട്ടിക്കുലർ കണ്ടീഷൻ എന്ന് പറയുന്നത് എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് 5 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ മാത്രമേ ആ സെറ്റ് എലമെൻറ്റ് ഡിക്കകത്ത് വരുള്ളൂ. അപ്പം ഡി എന്ന് പറയുന്നത് എയുടെ എലമെൻറ്റുകൾ മാത്രമുള്ളൊരു സെറ്റ് ആയതുകൊണ്ട് ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണ്. അപ്പം ഡി സബ്സെറ്റ് ഓഫ് എ ആണ്. 5 എന്ന് പറയുന്നത് ഒരു ഓൺ ടു ഫംഗ്ഷനാണ്. അപ്പം P(a)യിലെ എല്ലാ എലമെൻറ്റുകൾക്കും ഇപ്പുറത്തൊരു പ്രീ ഇമേജ് ഉള്ളത് കൊണ്ട് അപ്പം ഡി എന്ന് പറയുന്നത് ഇതിനകത്തെ ഒരു എലമെൻറ്റാണ്. ക്യാപിറ്റൽ ഡി ഒരു സെറ്റാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ P(a)യിലെ ഒരു എലമെൻ്റ് ആയതുകൊണ്ട് ഡി എന്ന് പറയുന്നത് സം 5(a0) ഫോമിലല്ലേ. ഇതിന് ഒരു പ്രീ ഇമേജ് ഇവിടെ കാണും, ഒരു A0 കാണും. ഇത് നമ്മൾ സർജക്ഷൻ എന്ന് അസ്യൂം ചെയ്തേക്കുന്നത് കൊണ്ട് P(a)യിൽ നിന്ന് എയിൽ നിന്ന് P(a)ലോട്ടുള്ളൊരു സർജക്ഷൻ ആയതുകൊണ്ട് P(a)യിലെ ഒരു എലമെൻറ്റ് ഡി നമ്മൾ എടുത്താൽ ആ ഡിയിലോട്ട് മാപ്പ് ചെയ്യപ്പെട്ട ഒരു എലമെൻറ്റ് ഇവിടെ കാണും. ആ എലമെൻറ്റിനെ നമ്മൾ A0 എന്ന് വിളിക്കുവാണ്. അപ്പം ഡി സബ്സെറ്റ് ഓഫ് എ ആയതുകൊണ്ട് നമുക്ക് പറയാം ദെയർ എക്സിസ്റ്റ് ആൻഡ് A0 എലമെൻറ്റ് ഓഫ് എ സച്ച് ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു 5(a0). ഡി 5(a0) വരുന്ന പോലെ ഒരു A0 കാണും. ആ കൺസെപ്റ്റ് മനസ്സിലായോ? റീസൺ ഇത്രേ ഉള്ളൂ. 5 എന്ന് പറയുന്നത് എയിൽ നിന്ന് P(a)ലോട്ടുള്ള ഒരു ഓൺ ടു ഫംഗ്ഷനാണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു എലമെൻ്റ് എടുത്താൽ ഇവിടെ ഒരു A0 കാണും സച്ച് ദാറ്റ് 5(a0) ഈസ് ഈക്വൽ ടു ഡി. 5(a0) ഡി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു A0 കാണണം. സബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷനിൽ നിന്ന് അത് ഫോളോ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് അസ്യൂം ചെയ്തത്? ഇവിടെ നമ്മളൊരു സെറ്റ് ഡി ഡിഫൈൻ ചെയ്തു. ഒരു സെറ്റ് ഡി ഡിഫൈൻ ചെയ്ത് സെറ്റ് ഓഫ് ഓൾ എ എലമെൻറ്റ് ഓഫ് എ സച്ച് ദാറ്റ് എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് 5(a). എ
ഫൈ ഓഫ് എയിൽ ഇല്ലാത്ത എകളെയാണ് നമ്മൾ ഡി ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പം ഡി എന്ന് പറയുന്ന എയുടെ ഒരു സബ്സെറ്റാണ്. ഡി എയുടെ ഒരു സബ്സെറ്റാണ്. ഈ ഡി എം ഡി സെറ്റ് ആണെങ്കിൽ പോലും അത് എയുടെ സബ്സെറ്റ് അല്ലേ? നോക്കി, എം ഡി സെറ്റും ഈ പി ഓഫ് എക്കകത്തുണ്ട്. അപ്പം എയിലെ എലമെൻറ്റുകളുടെ കളക്ഷൻ ആയതുകൊണ്ട് ഡി എന്ന് പറയുന്ന എയുടെ ഒരു സബ്സെറ്റാണ്. ഇനി എയുടെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ അത് പി ഓഫ് എയിലെ എലമെൻറ്റ്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് പറയാം? ഡി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് പി ഓഫ് എ. ഡി എയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് ഡി എന്ന് പറയുന്നത് പി ഓഫ് എയിലെ ഒരു എലമെൻറ്റാണ്. പി ഓഫ് എയിലെ ഒരു എലമെൻ്റ് ആണെങ്കിൽ അതിന് ഒരു പ്രീ ഇമേജ് കാണും. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ആ പ്രീ ഇമേജിനെയാണ് നമ്മൾ എ നോട്ട് എന്ന് വിളിക്കുന്നത്. ദെയർ എക്സിസ്റ്റ് ആൻ എ നോട്ട് എലമെൻറ്റ് ഓഫ് എ സച്ച് ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എ നോട്ട്. ഇനി നമുക്ക് ഈ എക്സാമ്പിളിൻ്റെ ആവശ്യമില്ല. അപ്പം ഇനി നമ്മൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ സെറ്റ് ഡി ഡിഫൈൻ ചെയ്തു. സെറ്റ് ഡി ഡിഫൈൻ ചെയ്തേക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എ എലമെൻറ്റ് ഓഫ് എ സച്ച് ദാറ്റ് എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പം ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ദെയർഫോർ ഡി എലമെൻറ്റ് ഓഫ് പവർ സെറ്റ് ഓഫ് എ ആണ്. അതുകൊണ്ട് ദെയർ എക്സിസ്റ്റ് എ നോട്ട് എലമെൻറ്റ് ഓഫ് എ സച്ച് ദാറ്റ് ദെയർ എക്സിസ്റ്റ് എ നോട്ട് എലമെൻറ്റ് ഓഫ് എ സച്ച് ദാറ്റ് ഫൈ ഓഫ് എ നോട്ട് ഈസ് ഈക്വൽ ടു ഡി. ഫൈ എന്ന് പറയുന്നത് എയിൽ നിന്ന് പി ഓഫ് എയിലോട്ടുള്ള ഒരു സർജഷൻ എയിൽ നിന്ന് പി ഓഫ് എയിലോട്ടുള്ള ഒരു സർജഷൻ ആയതുകൊണ്ട് ഇവിടെ നമ്മളൊരു ഡി എടുത്താൽ ഇവിടെ നമുക്കൊരു എ നോട്ട് കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് ഫൈ ഓഫ് എ നോട്ട് ഈക്വൽ ടു ഡി. അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ ഡി ഡിഫൈൻ ചെയ്തു. ഡി ഈക്വൽ ടു ഫൈ ഓഫ് എ നോട്ട് ഫോർ സം എ നോട്ട് എലമെൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ആൻ എ നോട്ട് എലമെൻറ്റ് ഓഫ് എ സച്ച് ദാറ്റ് ഫൈ ഓഫ് എ നോട്ട് ഈക്വൽ ടു ഡി എന്ന് നമുക്ക് കിട്ടി. അപ്പം നമുക്ക് എ നോട്ട് എന്ന് പറയുന്ന എയിലെ ഒരു എലമെൻറ്റാണ്. അപ്പം രണ്ട് ഓപ്ഷൻസ് വരാം. എ നോട്ട് എലമെൻറ്റ് ഓഫ് ഡി ഓർ എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡി. രണ്ടായിട്ട് നമുക്ക് അതിനെ തിരിക്കാമല്ലോ. ഡി എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റാണ്. എ നോട്ട് എന്ന് പറയുന്നത് എയിലെ ഒരു എലമെൻറ്റാണ്. അപ്പോൾ ആ എ നോട്ട് എന്ന് പറയുന്ന എലമെൻറ്റ് ചിലപ്പം ഡിക്കകത്ത് വരും, ചിലപ്പം ഡിക്കകത്ത് കാണത്തില്ല. രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. എ നോട്ട് എന്ന് പറയുന്നത് എയുടെ ഒരു എലമെൻറ്റാണ്. ഡിയും എയിലെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് ഒന്നെങ്കിൽ എ നോട്ട് ഡിക്കകത്ത് വരാം, അല്ലെങ്കിൽ എ നോട്ട് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡി. ആദ്യം നമുക്ക് എ നോട്ട് എലമെൻറ്റ് ഓഫ് ഡി എന്നുള്ള കൺസെപ്റ്റ് എടുക്കാം. എ നോട്ട് എലമെൻറ്റ് ഓഫ് ഡി എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ? എ നോട്ട് എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ട് എന്നല്ല. ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എ നോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് ഫൈ ഓഫ് എ നോട്ട്. അപ്പം എ നോട്ട് എലമെൻറ്റ് ഓഫ് ഡി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? എ നോട്ട് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ട്. അപ്പോൾ എ നോട്ട് ഫൈ ഓഫ് എ നോട്ടിൽ ഉണ്ടെന്ന് കിട്ടി. എ നോട്ട് ഫൈ ഓഫ് എ നോട്ടിൽ ഉണ്ട് എന്നാണ് അപ്പം കിട്ടിയത്. ഇനി എ നോട്ട് ഫൈ ഓഫ് എ നോട്ടിൽ വന്നാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? എ നോട്ട് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡി എന്ന് പറയാമല്ലേ? കാരണം ഡിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഒരു എലമെൻറ്റ് ഡിക്കകത്ത് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് സെറ്റിൽ ആ എലമെൻറ്റ് വരാൻ പാടില്ല. എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ ആണെങ്കിൽ മാത്രമേ എ എന്ന് പറയുന്നത് ഡിക്കകത്ത് വരത്തുള്ളൂ. ഹിയർ നമുക്ക് കിട്ടിയത് എന്താണ്? എ നോട്ട് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ട് എന്ന് കിട്ടി. എ നോട്ട് ഫൈ ഓഫ് എ നോട്ടിൽ ഉണ്ട് എന്ന് നമുക്ക് കിട്ടിയപ്പം നമുക്ക് എ നോട്ട് ഡിക്കകത്ത് വരാം. ഡിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് എ നോട്ട് ഫൈ ഓഫ് എ നോട്ടിലുണ്ട്. അപ്പോൾ സപ്പോസ് 1 എന്ന് പറയുന്നത് ഫൈ ഓഫ് 1ലുണ്ട്. അപ്പോൾ ഫൈ ഓഫ് 1 എങ്കിൽ ആ 1ന് ഡിക്കകത്ത് വരാൻ പറ്റുമോ? ഡെഫിനിഷൻ അനുസരിച്ച് പറ്റത്തില്ല. കാരണം എന്താ? ഡിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഒരു എലമെൻറ്റ് ഡിക്കകത്ത് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് സെറ്റിൻ്റെ അകത്ത് അത് ആ എലമെൻറ്റ് വരാൻ പാടില്ല. എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ ആണെങ്കിൽ മാത്രമേ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ ആണെങ്കിൽ മാത്രമേ അത് ഡിക്കകത്ത് വരുള്ളൂ. അപ്പോൾ ഇവിടെ എ നോട്ട് ഫൈ ഓഫ് എ നോട്ടിലുണ്ട്. അപ്പം ഡിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? എ നോട്ട് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡി. അപ്പം നമ്മൾ എന്താ എടുത്തത്? എ നോട്ട് എലമെൻറ്റ് ഓഫ് ഡി എന്ന് നമ്മൾ എടുത്തപ്പം നമുക്ക് എ നോട്ട് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡി എന്ന് കിട്ടി, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ.
നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. നമ്മൾ എ നോട്ട് ഡിക്കകത്ത് ഉണ്ട് എന്നെടുത്തപ്പം അതൊരു കോൺട്രഡിക്ഷനായിട്ട് മാറി. കാരണം എന്താ, എ നോട്ട് ഡിക്കകത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് ഡി ഫൈ ഓഫ് എ നോട്ട് ആയതുകൊണ്ട് എ നോട്ട് ഈസ് ഇൻ ഫൈ ഓഫ് എ നോട്ട് എന്ന് കിട്ടി. എ നോട്ട് ഫൈ ഓഫ് എ നോട്ട് വന്നാൽ ഡിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് അതിന് ഡിക്കകത്ത് വരാൻ പറ്റത്തില്ല. കാരണം എ ഫൈ ഓഫ് എയിൽ ഇല്ലാത്ത എലമെൻറ്റുകൾ ഫൈ ഓഫ് എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ ആണെങ്കിൽ മാത്രമേ അത് ഡിക്കകത്ത് വരുള്ളൂ. അപ്പോൾ എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ട് ആണെങ്കിൽ അതിന് ഡിക്കകത്ത് വരാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ എ നോട്ട് എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ട് ആയതുകൊണ്ട് എ നോട്ടിന് ഡിക്കകത്ത് വരാൻ പറ്റത്തില്ല. നമ്മൾ എ നോട്ട് ഡിക്കകത്ത് ഉണ്ട് എന്നെടുത്തപ്പം എ നോട്ടിന് ഡിക്കകത്ത് ഇല്ല എന്ന് കിട്ടി. അപ്പോൾ എ നോട്ട് എലമെൻറ്റ് ഓഫ് ഡി എന്നെടുക്കുമ്പോൾ നമുക്ക് എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡി എന്ന് കിട്ടി, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ട് എടുക്കുവാണ്. എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡി എന്നാണ് നമ്മൾ പറയുന്നത്. ഡി എന്ന് പറയുന്നത് നമ്മുടെ ഫൈ ഓഫ് എ നോട്ട് ആയതുകൊണ്ട് നമുക്ക് എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ട് എന്ന് കിട്ടും. എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡി നമ്മൾ എടുത്താൽ എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ട് എന്ന് വരും. കാരണം എന്താ, ഡി എന്ന് പറയുന്നത് ഫൈ ഓഫ് എ നോട്ടാണ്. അപ്പം ഇനി ഇവിടെ നോക്കിയേ, എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ട് ആണ് എങ്കിൽ എ നോട്ട് ഡിക്കകത്ത് വരത്തില്ലേ? കാരണം ഡിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ ആണെങ്കിൽ അത് ഡിക്കകത്ത് വരും. ഇവിടെ എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ടാണ്. അപ്പോൾ എ നോട്ട് ഡിക്കകത്ത് വരും. അപ്പോൾ നമ്മൾ എന്താ എടുത്തത്, എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡി എന്ന് എടുത്തപ്പോൾ നമുക്ക് എ നോട്ട് ഡിയിലുണ്ടെന്ന് കിട്ടി, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ ഇവിടെ പിന്നെയും കോൺട്രഡിക്ഷൻ വന്നു. അപ്പോൾ രണ്ട് കേസിലും നമ്മൾ എ നോട്ട് ഡിയിലുണ്ടെന്ന് എടുത്തപ്പോൾ നമുക്ക് എ നോട്ട് ഡിയിലില്ല എന്ന് കിട്ടി, എ നോട്ട് ഡിയിൽ ഇല്ല എന്നെടുത്തപ്പം എ നോട്ട് ഡിയിൽ ഉണ്ടെന്ന് കിട്ടി. രണ്ടിൻ്റെയും റീസണിങ് നമ്മൾ കൃത്യമായിട്ട് പറയണം. എ നോട്ട് ഡിയിലുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എ നോട്ട് ഫൈ ഓഫ് എ നോട്ടിലുണ്ട്. എ നോട്ട് ഫൈ ഓഫ് എ നോട്ടിലുണ്ടെങ്കിൽ എ നോട്ടിന് ഡിക്കകത്ത് വരാൻ പറ്റില്ല ഡെഫിനിഷൻ അനുസരിച്ച്. അപ്പോൾ ഇവിടെ എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡി എന്ന് കിട്ടി. ഇനി നമ്മൾ എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡി എന്ന് എടുത്തു. എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡി എന്ന് എടുത്താൽ എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ട് എന്ന് വരും. അപ്പോൾ ആ ഡെഫിനിഷൻ അനുസരിച്ച് എ നോട്ട് ഡിക്കകത്ത് വന്നേ പറ്റുള്ളൂ. അപ്പം ഇവിടെ എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡി എടുത്തപ്പം എ നോട്ട് എലമെൻറ്റ് ഓഫ് ഡി എന്ന് കിട്ടി. അപ്പോൾ പിന്നെയും കോൺട്രഡിക്ഷൻ ആണ്. അപ്പം ഇത് രണ്ടും കൊണ്ട് നമുക്ക് എന്ത് പറയാം, രണ്ട് ഓപ്ഷനും പോസിബിൾ അല്ല. എ നോട്ട് എലമെൻറ്റ് ഓഫ് ഡിയും പോസിബിൾ അല്ല, എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡിയും പോസിബിൾ അല്ല. അങ്ങനെ രണ്ടും കൂടെ നമുക്ക് പറ്റത്തില്ലല്ലോ. രണ്ടും പോസിബിൾ അല്ല എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ അസംഷനിലാണ് പ്രശ്നം. നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്, ഫൈ എന്ന് പറയുന്നത് ഒരു സർജഷൻ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സർജഷൻ പോസിബിൾ അല്ല എന്ന് നമുക്ക് കിട്ടും. അപ്പം ഇത് ഇത്രയും സമയമെടുത്ത് ഞാൻ പറഞ്ഞെന്നുള്ളത് സത്യത്തിൽ ഇത് 5 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇനി ഞാൻ വളരെ ചുരുക്കി ഒന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളിവിടെ എന്താ ചെയ്തത്, ഇവിടെ ചെയ്തത് നമുക്ക് കാണിക്കേണ്ടത് എയിൽ നിന്ന് അതിൻ്റെ പവർ സെറ്റിലോട്ട് ഒരു സർജഷൻ അല്ലെങ്കിൽ ഒരു ഓൺ ഡു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് കാണിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഈഫ് പോസിബിൾ നമ്മൾ അസ്യൂം ചെയ്തു ദെയർ എക്സിസ്റ്റ് എ സർജഷൻ ഫൈ ഫ്രം എ ടു പി ഓഫ് എ. അപ്പം നമ്മൾ സ്മോൾ എ എലമെൻറ്റ് ഓഫ് എ എടുത്താൽ നമുക്ക് എന്ത് പറയാം, ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ഈ പവർ സെറ്റിലോട്ട് മാപ്പ് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഫൈ ഓഫ് എ എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. കാരണം ഇതിൻ്റെ അകത്തെ ഓരോ എലമെൻറ്റുകളും ഇതിൻ്റെ പവർ സെറ്റിലോട്ട് മാപ്പ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഓരോന്നും ഓരോ സെറ്റുകളാണ്. അപ്പം എ ഒരു എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ ആണെങ്കിൽ ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ ഒരു എലമെൻറ്റാണ്. ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ ഒരു എലമെൻ്റ് ആയതുകൊണ്ട് അത് സബ്സെറ്റ് ഓഫ് എ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് വരും, എ എലമെൻറ്റ് ഓഫ് therefore either for each a ഓരോ എ എടുക്കുമ്പോഴും എ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫൈ ഓഫ് എക്കകത്ത് കാണും അല്ലെങ്കിൽ എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ. എന്നിട്ട് നമ്മൾ ഒരു സെറ്റ് ഡി ഡിഫൈൻ ചെയ്യുവാണ്, സെറ്റ് ഓഫ് ഓൾ എ എലമെൻറ്റ് ഓഫ് എ സച്ച് ദാറ്റ് എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ. എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ സാറ്റിസ്ഫൈ ചെയ്യുന്ന എയുടെ കളക്ഷനെയാണ് നമ്മൾ ഡി എന്ന് വിളിക്കുന്നത്. അപ്പം ഡി ഒരു സബ്സെറ്റ് ഓഫ് എ ആണ്. ഡി സബ്സെറ്റ് ഓഫ് എ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് പവർ സെറ്റ് ഓഫ് എ. അപ്പോൾ ഇതൊരു സർജഷൻ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നതുകൊണ്ട്, ഫൈ ഒരു സർജഷൻ ആണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ഒരു എലമെൻറ്റ് ഡി എടുത്താൽ ഇവിടെ നമുക്കൊരു എ നോട്ട് കണ്ടുപിടിക്കാൻ പറ്റണം, സച്ച് ദാറ്റ് ഫൈ ഓഫ് എ നോട്ട് ഈസ് ഈക്വൽ ടു ഡി. അതാണ് നമ്മൾ പറയുന്നത് ദെയർ എക്സിസ്റ്റ് ആൻ എ നോട്ട് എലമെൻറ്റ് ഓഫ് എ സച്ച് ദാറ്റ് ഫൈ ഓഫ് എ നോട്ട് ഈക്വൽ ടു ഡി. എന്നിട്ട് നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, ഒന്നെങ്കിൽ എ നോട്ട് എലമെൻറ്റ് ഓഫ് ഡി ആയിരിക്കും അല്ലെങ്കിൽ എ നോട്ട് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഡി എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നെങ്കിൽ എ നോട്ട് വരാം അല്ലെങ്കിൽ എ നോട്ട് വരാതിരിക്കാം.
ഈ എ നോട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ എ നോട്ട് ഡിക്കകത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? എ നോട്ട് എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ടാണ്. കാരണം ഡി ഫൈ ഓഫ് എ നോട്ടാണ്. അപ്പോൾ എ നോട്ട് എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അത് ഡിക്കകത്ത് വരാൻ പറ്റില്ല. കാരണം ഡിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ ആണെങ്കിൽ അത് ഡിക്കകത്ത് വരുള്ളൂ. അപ്പോൾ എ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ടാണ്. അതിൽ നിന്ന് നമുക്ക് എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡി. അപ്പോൾ ഇതെടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എ നോട്ട് ഡിയിലുണ്ട് എന്നെടുത്തപ്പോൾ നമുക്ക് എ നോട്ട് ഡിയിലില്ല എന്ന് കിട്ടി, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. ഇനി നമ്മൾ എ നോട്ട് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡി. അപ്പോൾ എ നോട്ട് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ട് എന്ന് വരും. ഡിക്കകത്തില്ല എന്നെടുത്താൽ എ നോട്ട് ഫൈ ഓഫ് എ നോട്ടിലില്ല. കാരണം ഡി എന്ന് പറയുന്നത് ഫൈ ഓഫ് എ നോട്ടാണ്. അപ്പോൾ എ നോട്ട് ഫൈ ഓഫ് എ നോട്ടിലില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? എ നോട്ട് ഡിക്കകത്ത് വരത്തില്ലേ. കാരണം എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ ആണെങ്കിൽ അത് ഡിക്കകത്ത് വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എ നോട്ട് എലമെൻറ്റ് ഓഫ് ഡി. അപ്പോൾ എ നോട്ട് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡി എന്ന് എടുത്തപ്പോൾ എ നോട്ട് എലമെൻറ്റ് ഓഫ് ഡി എന്ന് കിട്ടി. അതും ഒരു കോൺട്രഡിക്ഷൻ. അപ്പോൾ രണ്ട് കേസിലും കോൺട്രഡിക്ഷൻ കിട്ടിയത് കൊണ്ട് നമ്മുടെ അസംഷൻ ദാറ്റ് ദെയർ എക്സിസ്റ്റ് എ സജഷൻ ഫൈ ഫ്രം എ ടു പി ഓഫ് എ പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അങ്ങനെ ഒരു സജഷൻ ഇല്ല.